ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മേക്ക് വിത്ത് റിച്ചു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ പേപ്പർ ഫ്ലവർ മേക്കിംഗ് ആണ്. കളർ പേപ്പേഴ്സ് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന കുറച്ച് കളർ പേപ്പേഴ്സാണ്. ഡിഫറെൻറ്റ് കളേഴ്സ് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു ഫെവിക്കോള്, പിന്നെ ഒരു സിസർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലവർ ഒന്ന് ടൈ ചെയ്ത് വെക്കാം. ഇത് കണക്കൊരു വയർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു യെല്ലോ കളർ ഷീറ്റാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക കേട്ടോ. അത് നമുക്കിനി ഒരു 21x1.5 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുക്കണം. 21 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും 1.5 സെൻറ്റിമീറ്റർ വിഡ്ത്തിലുമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ നമ്മുടെ പേപ്പർ നമ്മൾ 21x1.5 സെൻറ്റിമീറ്ററിലെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമുക്കിതിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് ആ സൈസിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യണം. അതായത് ടോട്ടൽ 2 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതാ ഇതിൻ്റെ ബോട്ടം പോർഷനിൽ ഇവിടെ നമ്മൾ കത്രിക വെച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എത്ര നൈസായിട്ട് കട്ട് ചെയ്യുന്നോ അത്രയും നമ്മുടെ ഫ്ലവറിന് ഭംഗി വരും. അപ്പം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത പോർഷനൊക്കെ നമ്മൾ കട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. അതൊക്കെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ നമ്മുടെ ഫസ്റ്റ് ഷീറ്റ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുത്ത കളർ പേപ്പർ എടുക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് എടുക്കാം. ഞാൻ ഇവിടെ റെഡ് കളറാണ് എടുത്തേക്കുന്നത്. ഈ പേപ്പർ നമുക്കിനി 21x3 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുക്കാം. അതായത് 21 സെൻറ്റിമീറ്റർ ലെങ്ത്തും 3 സെൻറ്റിമീറ്റർ വിഡ്ത്തിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ നമ്മുടെ സെക്കൻഡ് ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ ഫസ്റ്റ് ഷീറ്റ് ചെയ്ത കണക്ക് തന്നെ 2 പ്രാവശ്യം ഫോൾഡ് ചെയ്ത് എന്നിട്ട് ചെറുതായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ സെക്കൻഡ് ഷീറ്റ് പേപ്പർ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു പെൻസിൽ യൂസ് ചെയ്ത് ഇതിങ്ങനെ ബാക്കിലേക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്തൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഫ്ലവർ നമ്മൾ റോൾ ചെയ്യുമ്പം നന്നായിട്ട് ട്വിസ്റ്റ് ആയിട്ട് വരും. നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം നമുക്കിത് കംപ്ലീറ്റ് ഇങ്ങനൊന്ന് ചെയ്ത് കൊടുക്കാം.
അപ്പം നമ്മുടെ 2 കളർ പേപ്പേഴ്സ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇത് കണക്ക് നമ്മുടെ പേപ്പർ ഒന്ന് ടൈ ചെയ്ത് വെക്കാം. ഇത് കണക്ക് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിന് ഈ റോഡൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഇതിൻ്റെ ഒരു എൻഡിൽ ഈ എൻഡ് പോർഷനിൽ ഇത് കണക്കൊന്ന് റോൾ ചെയ്ത് ഇങ്ങനെ ഒന്ന് ചരിച്ച് വളച്ച് വെക്കണം. എന്നിട്ട് ഇതുപോലെ കണ്ടോ, എന്നിട്ട് നമ്മുടെ യെല്ലോ കളർ ഷീറ്റ് എടുത്തിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത പോർഷനിൽ അതിലേക്ക് ആ വളച്ച് വെച്ച കമ്പി നമ്മളൊന്ന് ഇത് കണക്ക് ലോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതങ്ങ് പെട്ടെന്ന് ഊരി വരില്ല, അതിനാണ് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി ഫെവിക്കോൾ യൂസ് ചെയ്ത് നമുക്കിതൊന്ന് മൊത്തത്തിൽ ചുറ്റിയെടുക്കണം. ചുറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് ടൈറ്റായിട്ട് ചുറ്റിയെടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഫ്ലവർ ലൂസായി പോകും. നല്ല ടൈറ്റായിട്ട് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഷീറ്റ് നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡ് കളർ ഷീറ്റും കൂടെ വെച്ച് റോൾ ചെയ്തെടുക്കണം. ഫെവിക്കോൾ യൂസ് ചെയ്തൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ യെല്ലോ കളർ എങ്ങനെയാണോ റോൾ ചെയ്തെടുത്ത് അതാണ് എന്നൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പം നമുക്ക് യെല്ലോ കളർ റോൾ ചെയ്തിട്ടുണ്ട്, റെഡ് കളറും കൂടെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 കളർ പേപ്പേഴ്സും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കണക്കൊരു നൂലെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഫ്ലവർ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാട്ടോ ഞാൻ ടൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കത് ടൈ ചെയ്യണം താല്പര്യമില്ലെങ്കിൽ ടൈ ചെയ്യണ്ട. ഞാനിവിടെ ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം നമുക്കിതൊന്ന് ടൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പേപ്പർ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് പേപ്പേഴ്സ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പേപ്പർ ഫ്ലവറാണ്. ഇപ്പം നിങ്ങളുടെ ഈ കളർ പേപ്പേഴ്സ് ഇല്ലെങ്കിൽ നമ്മുടെ A4 ഷീറ്റ് പേപ്പറിലെ വൈറ്റ് അത് യൂസ് ചെയ്താണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.